തിരുവചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവം തൻ്റെ ദൗത്യം നിർവഹിക്കാനായി പലരെയും വിളിക്കുന്നുണ്ട്. ദൈവം ഒരാളെ വിളിക്കാൻ തീരുമാനിച്ചാൽ ദൈവം അത് വിളിച്ച് ആ ദൗത്യം അവനെക്കൊണ്ട് കൃത്യമായി നിർവഹിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ കാലഘട്ടത്തിലും ഇതുപോലെ ദൈവം നമ്മളെ പ്രത്യേകം വിളിക്കുകയും തൻ്റെ ദൗത്യം ഈ ഭൂമിയിൽ നിർവഹിക്കാൻ നമ്മളെ ഓരോരുത്തരെയും ഓരോ സ്ഥാനങ്ങളിലാക്കിയിരിക്കുകയാണ്. സമർപ്പിതരെയും കുടുംബജീവിതം നയിക്കുന്നവരെയും സന്യസ്തരെയും എല്ലാവരെയും ദൈവം പ്രത്യേകമായി വിളി നൽകി. കുടുംബത്തിൽ ജീവിക്കാനുള്ളവർക്ക് അതിനുള്ള വിളി നൽകി, സമർപ്പിത ജീവിതം നയിക്കാനുള്ളവർക്ക് അതിനുള്ള വിളി നൽകി. ദൈവം അനുഗ്രഹിച്ച് ഓരോരുത്തരെക്കൊണ്ടും അവരുടേതായ ദൗത്യം നിർവഹിപ്പിക്കുകയാണ്. സമർപ്പിത ജീവിതത്തിലേക്ക് മാത്രമല്ല ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടി കുടുംബജീവിതവും ഒരു ദൈവവിളി തന്നെയാണ് എന്ന് നമ്മൾ എപ്പോഴും പറയണം. ജീവിതാന്തസ് ഏതായാലും ദൈവം ആഗ്രഹിക്കുന്നത് നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. നമ്മുടെ ജീവിതത്തിലൂടെ ആ ദൗത്യം നമ്മൾ പൂർത്തിയാക്കുക. നമ്മുടെ ഒരു മനുഷ്യ ആയുസ്സിനെക്കുറിച്ച് ഉള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്തോ അത് നിർവഹിക്കുക, അതിന് ദൈവത്തോട് സഹകരിക്കുക. ഇതാണ് നമ്മുടെ ദൈവവിളി എന്ന് പറയുന്നത്. പ്രവാചക ദൗത്യത്തിനായി ഏലിയ പ്രവാചകൻ ഏലീഷായെ വിളിക്കുന്നത് ഇതിനെല്ലാം ഒരു ഉദാഹരണമാണ്. നല്ലൊരു മോഡല്, നല്ലൊരു മാതൃക നമ്മളവിടെ കാണുന്നുണ്ട്. ഏലിയ പ്രവാചകൻ തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം തൻ്റെ ദൗത്യം പിന്നാലെ വന്ന ഏലീഷായെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം വിടവാങ്ങുന്നുണ്ട്. അപ്പോൾ ഈ പ്രവാചക ദൗത്യത്തിനായി ഏലിയ പ്രവാചകൻ ഏലീഷായെ വിളിക്കുന്നത് വളരെ ഹൃദയസ്പർശിയായിട്ട് നമുക്ക് തോന്നും. വിളി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഏലീഷ പ്രതികരിക്കുന്ന രീതിയും നമ്മെ വല്ലാതെ ചിന്തിപ്പിക്കുന്നതാണ്. എത്ര ആത്മാർത്ഥമായും വിശ്വസ്തമായുമാണ് ഏലീഷയ്ക്ക് വിളിച്ചവനെ ആദരിക്കാനും ആ വിളിയിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ദൗത്യങ്ങളും പൂർത്തിയാക്കാനും ഏലീഷ എത്രത്തോളം താല്പര്യത്തോടെ ആ ജോലി ഏറ്റെടുക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങളിലാണ് ഈ ഭാഗം നമ്മൾ കാണുക. ഏലിയ അവിടെ നിന്ന് പുറപ്പെട്ട് 12 ഏർ കാളകളെ ഉഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു വയലിലെത്തി. അപ്പോൾ ഈ ഉഴുതുകൊണ്ടിരുന്ന സ്ഥലത്ത് അവൻ ഷഫാത്തിൻ്റെ മകൻ ഏലീഷായെ കണ്ടു. ഏലിയ പ്രവാചകൻ ഇങ്ങനെ തൻ്റെ ജീവിതകാലത്ത് നടന്നു പോവുകയാണ്. പോകുന്ന വഴിയിൽ വഴി സൈഡിൽ 12 ജോഡി കാളകളെ ഉഴുതുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വയൽ കാണുന്നു. അപ്പോൾ അവിടെ ഷഫാത്തിൻ്റെ മകൻ ഏലീഷായെ ആ കൂട്ടത്തിൽ കണ്ടു. അവൻ 12-ാമത്തെ നിരയിലായിരുന്നു. ഏലിയ അവൻ്റെ സമീപത്തു കൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ മേലങ്കി അവൻ്റെ മേലങ്ങിട്ടു. ഏലീഷയുടെ മേലങ്കി അവൻ്റെ മേലിട്ടു. ഉടനടി കാളകളെ വിട്ട് ഏലിയായുടെ പിന്നാലെ ഓടിച്ചെന്ന് അവൻ പറഞ്ഞു, മാതാപിതാക്കന്മാരെ ചുംബിച്ച് യാത്ര പറഞ്ഞിട്ട് ഞാൻ അങ്ങയെ അനുഗമിക്കാം. അവൻ ആ വിളി സ്വീകരിച്ച് അവൻ എന്തിനാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഏലീഷയ്ക്ക് അവിടെ മനസ്സിലായി. ഏലിയായുടെ മേലങ്കി തൻ്റെ തോളിൽ വീണപ്പോൾ ഏലീഷയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഏലിയ ഒരു വാക്കുപോലും വിശദീകരണമായിട്ട് നൽകിയില്ല. കർത്താവിൻ്റെ പ്രവാചകനാകാനാണ്, ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ട്, കർത്താവ് പറയുന്നതൊക്കെ നീ പറയണം, ബുദ്ധിമുട്ടേറിയ ജീവിതമാണ്, ഇതൊന്നും ഏലിയ പറഞ്ഞില്ല. ഏലിയ എന്ത് ചെയ്തു? ഏലിയ തൻ്റെ മേലങ്കി കൊണ്ടുപോയി ഏലീഷയുടെ ചുമലിലിട്ടിട്ട് ഏലിയ പോയി. ആ വിളിയുടെ എല്ലാ ദൗത്യങ്ങളും ഉത്തരവാദിത്തങ്ങളും കഷ്ടപ്പാടുകളും അപ്പാടെ ഏറ്റെടുക്കുകയായിരുന്നു ഏലീഷ.
അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് തന്നെ ദൈവം വിളിക്കുകയാണ് എന്ന് അദ്ദേഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവം എന്താഗ്രഹിക്കുന്നു അത് നിറവേറ്റാം എന്ന മനസ്സോടെ എലീഷ ആയിത്തീർന്നത് ഒരു സെക്കൻഡ് കൊണ്ട്. എന്നാൽ ആ തൻ്റെ മേലങ്കി, ഏലിയായുടെ മേലങ്കി അവൻ്റെ മേൽ വീണപ്പോൾ പ്രവാചകൻ്റെ പുറകെ ചെന്നിതാ നിൻ്റെ മേലങ്കി വീണുപോയി എന്ന് പറഞ്ഞ് ഇതെടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞല്ല പ്രവാചകൻ ചെയ്തത്. എന്തിനാണ് ആ മേലങ്കി തൻ്റെ മേൽ വീണത് എന്ന് വളരെ വ്യക്തമായിട്ട് എലീഷയ്ക്ക് അപ്പോൾ മനസ്സിലായി. അതുകൊണ്ടാണ് പുറകെ ഓടിച്ചെന്ന് ഉടനടി മറുപടി കൊടുക്കുന്നത്, ഞാൻ മാതാപിതാക്കളെ ചുംബിച്ച് അവരോട് യാത്ര പറഞ്ഞ് ഇതാ നിൻ്റെ പിന്നാലെ ഞാൻ വരുന്നു. ഉടനെ തന്നെ അവൻ കാളകളെ വിട്ട് ഏലിയായുടെ പിന്നാലെ ഓടിച്ചെന്ന് പറഞ്ഞു, നിൻ്റെ വിളി മനസ്സിലായി, മാതാപിതാക്കന്മാരെ ചുംബിച്ച് യാത്ര പറഞ്ഞിതാ ഞാൻ അങ്ങയെ അനുഗമിക്കുന്നു. എന്തിനാണ് അവൻ്റെ മേലെങ്കിൽ തൻ്റെ തോളിലിട്ടതെന്ന് വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് മറ്റൊരു പ്രതികരണവും എലീഷയ്ക്ക് ഉണ്ടാകാതിരുന്നത്. എലീഷ ഉടനെ എന്താണ് ചെയ്തത്? നമുക്ക് അത്ഭുതം തോന്നും എലീഷ പിന്നെ ചെയ്ത കാര്യം കേൾക്കുമ്പോൾ. ഉടനെ എലീഷ എന്ത് ചെയ്തുവെന്ന് തിരുവചനം നമ്മോട് പറയുന്നുണ്ട്. അവൻ മടങ്ങിച്ചെന്ന് ഒരു ജോഡി കാളയെ കൊന്ന് കലപ്പ കത്തിച്ച് മാംസം വേവിച്ച് ജനത്തിന് കൊടുത്തു. തൻ്റെ നാട്ടിൽ അദ്ദേഹം ഒരു വിരുന്ന് നടത്തുകയാണ്. അവിടെ ചെന്ന് എലീഷ ആ കാളകളെ രണ്ടിനെയും കൊന്ന് അവൻ്റെ ഏറ്റവും വലിയ പണിയായുധമായ ആ കലപ്പ കത്തിച്ച് ആ തീയിൽ മാംസം വേവിച്ച്, കാളയുടെ മാംസം വേവിച്ച് ജനത്തിന് കൊടുത്തു. അവർ ഭക്ഷിച്ചു. എലീഷ ഏലിയായെ അനുഗമിച്ച് അവൻ്റെ ശുശ്രൂഷകനായി തീർന്നു. തൻ്റേതായി ഉണ്ടായിരുന്നതെല്ലാം തീർത്തു. ഇനി കലപ്പയില്ല, കാളയില്ല, നിലമില്ല, കൃഷിയില്ല, മാതാപിതാക്കളില്ല, സമ്പത്തില്ല, കുടുംബവുമില്ല, എല്ലാം ഉപേക്ഷിച്ചു. അവൻ ആ കലപ്പ കത്തിച്ച് ആ കാളയെ കൊന്ന് ജനത്തിന് ഭക്ഷിക്കാൻ കൊടുത്തതിൻ്റെ അടയാളം അതാണ്. ദൈവത്തിൻ്റെ വിളി പൂർണ്ണമായും സ്വീകരിച്ചിരിക്കുന്നു. ഇനി കലപ്പയില്ല, കാളയില്ല, കൃഷിയില്ല, യാതൊന്നുമില്ല, കുടുംബവുമില്ല, ഒന്നുമില്ല. അവരോട് യാത്രയും പറഞ്ഞു. ഇനി കൃഷിയില്ല, ഇനി അധ്വാനമില്ല, ഇനി ഒരേ ഒരു അധ്വാനം ദൈവരാജ്യത്തിനു വേണ്ടി മാത്രം. അതിന് ആ ഏലിയ ഇട്ട് തന്ന മേലങ്കി മാത്രം മതി, മറ്റൊന്നും ആവശ്യമില്ല എന്ന് എലീഷ പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. കലപ്പ കത്തിച്ചു, കാളയെ ജനം തിന്നും തീർത്തു. ഇനി ഒന്നും അവൻ്റെ ജീവിതത്തിൽ അവന് സ്വന്തം എന്ന് പറയാൻ ഒന്നുമുണ്ടായിരുന്നില്ല. കർത്താവിനെ അനുഗമിക്കുവാൻ തൻ്റെ സ്വന്തമായവയെല്ലാം കത്തിച്ച് ചാമ്പലാക്കിയിട്ട് വേണം പോകാൻ എന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തിരിച്ചു വരാൻ തോന്നാൻ മാത്രം ഒന്നും ബാക്കിയുണ്ടാകരുത്. തൻ്റെ ശുശ്രൂഷയിൽ ബാക്കി നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ തന്നെ ശല്യപ്പെടുത്തരുത്. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ അവശേഷിച്ച എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, എൻ്റെ ബന്ധങ്ങൾ, എൻ്റെ സമ്പത്ത്, എൻ്റെ സാമ്പത്തിക പശ്ചാത്തലം, എൻ്റെ ജോലിസ്ഥലം, അധികാരം, ഇവയൊന്നും എന്നെ ശല്യപ്പെടുത്തരുത്. അതിനു വേണ്ടിയിട്ടാണ് അവൻ ആ കലപ്പ കത്തിച്ചതും ആ കാളകളെ കൊന്നതും. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി വിശ്വസ്തമായി പോകണമെങ്കിൽ പിന്നിലൊന്നും ബാക്കിയുണ്ടാകരുത് എന്ന് എലീഷയുടെ വിളിയും ജീവിതവും നമ്മെ പഠിപ്പിക്കുകയാണ്. ഏലിയ വിളിച്ചു മാറ്റി നിർത്തി സംസാരിച്ചില്ല. ആലോചിക്കട്ടെ എന്ന് എലീഷ പറഞ്ഞില്ല. ഞാനൊന്ന് കുറച്ച് ദിവസം പ്രാർത്ഥിച്ചു നോക്കട്ടെ എന്ന് എലീഷ പറഞ്ഞില്ല. ഉടനടി ആക്ഷനായിരുന്നു. എന്നാൽ നമ്മൾ സുവിശേഷത്തിൽ ഒരു ചെറുപ്പക്കാരനെ കാണുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം. ഈശോ രാവിലെ ഇറങ്ങി വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് പറഞ്ഞു, മുട്ടുകുത്തി ഈശോയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചാൻ പറയുന്നത്, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അവന് ഈശോയെ സ്നേഹിക്കണം എന്നാഗ്രഹിച്ച നല്ലവനായ ഗുരു എന്നാണ് ഈശോയെ വിളിക്കുന്നത്. അപ്പോൾ ഈശോ ചോദിക്കുന്നുണ്ടോ, നീ എന്തുകൊണ്ടാണ് എന്നെ നല്ലവനാണെന്ന് വിളിക്കുന്നത്? ദൈവമല്ല ഒരുവനല്ലാതെ നല്ലവനായി മറ്റാരുമില്ലെന്ന് അവൻ മറുപടിയും പറയുന്നു. പക്ഷേ ഇത് ദൈവമാണെന്ന് വ്യക്തമായിട്ട് ആ ചെറുപ്പക്കാരൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, നല്ലവനായി ദൈവമല്ലാതെ മറ്റാരുമില്ല.
അപ്പം ദൈവമാണെന്ന് വളരെ വ്യക്തമായിട്ട് ആ ചെറുപ്പക്കാരൻ മനസ്സിലാക്കി. ഈശോ അവനോട് പറഞ്ഞു, പ്രമാണങ്ങളൊക്കെ നിനക്കറിയാമല്ലേ? അറിയാം, ചെറുപ്പം മുതൽ ഞാൻ അവയെല്ലാം പാലിക്കുന്നുണ്ട്. ഈശോ സ്നേഹപൂർവ്വം അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. നീ പോയി നിൻ്റെ സമ്പത്ത് മുഴുവൻ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അതിനുശേഷം വന്ന് എന്നെ അനുഗമിക്കുക. ആദ്യം അവന് ദൈവം പണി കൊടുത്തു, നീ പോയി വിറ്റിട്ട് എല്ലാം ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ വരിക. ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി. കാരണം അവന് വളരെയേറെ സമ്പത്ത് അവനുണ്ടായിരുന്നു. ഈ സമ്പത്തെല്ലാം അവൻ്റെ ഹൃദയത്തെ മുറുകെ അള്ളിപ്പിടിച്ചിരുന്നു. എങ്കിലും ദൈവം അവനെ ആകർഷിച്ചതുകൊണ്ടായിരിക്കാം അവൻ കർത്താവിന് മുമ്പിൽ വന്ന്, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യും? നിത്യജീവനെക്കുറിച്ചൊരു ചിന്ത അവനുണ്ട്. ഒരു നല്ല ദൈവവിളി അവൻ നശിപ്പിച്ചു കളഞ്ഞു. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ നിനക്കൊന്നും ബാക്കിയുണ്ടാവില്ല, എല്ലാം തീരണം. ഏലീഷ കാളയെ കൊന്ന് കലപ്പയും കത്തിച്ച് അത് ജനത്തിന് വേവിച്ചു കൊടുത്തതുപോലെ ആയി തീരുമായിരുന്നു ഇവൻ അതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് കർത്താവിനെ അനുഗമിച്ചിരുന്നെങ്കിൽ. ഇതാണ് ഏലീഷായും ഈ ചെറുപ്പക്കാരനും തമ്മിലുള്ള വ്യത്യാസം. അവൻ സങ്കടത്തോടെ തിരിച്ചുപോയി. ഈ ചെറുപ്പക്കാരൻ തൻ്റെ സമ്പത്ത് അതവൻ്റെ ഹൃദയത്തെ അള്ളിപ്പിടിച്ചതുകൊണ്ട് അവനത് ഉപേക്ഷിക്കാനായിട്ട് സാധിച്ചില്ല. നല്ലൊരു ദൈവവിളിയും സുവിശേഷകനാകാനുള്ള ഒരു വിളിയും അവൻ അതിനോട് ചേർത്ത് നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ ഒരുവൻ ഈശോയോട് ചെന്ന് അങ്ങോട്ട് പറയുന്നുണ്ട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. ഈശോ അവനെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്, നീ പോരണ്ട. കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമൊക്കെ ഉണ്ട് ചേക്കാറാൻ, പക്ഷേ മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഒരിടവുമില്ല. അവൻ്റെ പിന്നാലെയാണ് വരേണ്ടത്. നിനക്കതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് കർത്താവ് അവനോട് പറഞ്ഞവനെ കർത്താവ് നിരുത്സാഹപ്പെടുത്തി. വേറൊരുവനോട് ഈശോ പറഞ്ഞു, നീ എൻ്റെ പിന്നാലെ വരിക, ഞാൻ പോയി എൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അത് ചെയ്തിട്ട് വരാം, എൻ്റെ മാതാപിതാക്കളൊക്കെ സംസ്കരിക്കാനുണ്ട്, അത് കഴിഞ്ഞ് വരും. കലപ്പയിൽ കൈവച്ച് പിന്തിരിഞ്ഞ് നോക്കുന്ന ഒരുവനും ദൈവരാജ്യത്തിന് യോഗ്യനല്ല. ഒന്നും മുറുകെ പിടിക്കാത്ത ഒരു അവസ്ഥ ഏത് ജീവിതാന്തസ്സിനും ആവശ്യമാണ്. ഒന്നും മുറുകെ പിടിക്കാത്ത ഒരു ജീവിത അവസ്ഥ. ഈ മുറുകെ പിടിക്കുന്നത് മുഴുവനും കർത്താവിൻ്റെ കരങ്ങളിലായിരിക്കണം. അപ്പോൾ അവിടെ വലിയൊരു അത്ഭുതം നടക്കും. ദൈവം നമ്മളെ വഴി നടത്തുന്ന അനുഭവം ഉണ്ടാകും. അബ്രാഹത്തോട് കർത്താവ് പറയുന്നുണ്ട്, നിൻ്റെ പ്രതിഫലം വലുതായിരിക്കും എന്ന്. 15-ാം അധ്യായം 1-ാമത്തെ വചനം. എപ്പോഴാണ്? അബ്രാഹത്തെ വിളിച്ചു കഴിഞ്ഞപ്പോൾ. നിൻ്റെ പ്രതിഫലം വലുതായിരിക്കും. എന്തൊക്കെ ചെയ്യാൻ അബ്രാഹത്തോട് പറഞ്ഞത്? നിൻ്റെ ദേശത്തെയും നിൻ്റെ ബന്ധുക്കളെയും നിൻ്റെ പിതൃഭവനത്തെയും വിട്ട് ഉപേക്ഷിച്ച് നീ വരണം. നിൻ്റെ ദേശത്തെയും നിൻ്റെ പിതൃഭവനത്തെയും നിൻ്റെ ബന്ധുക്കളെയും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്തികളാണ് ഇത് മൂന്നും. നമ്മുടെ കുടുംബം, നമ്മുടെ സമ്പത്ത്, പിതൃഭവനം, ബന്ധുക്കൾ, ഇതല്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ അവൻ്റെ പ്രധാനപ്പെട്ട ആസ്തിയായിട്ട് അവൻ കാണുന്നത് മുഴുവനും ഉപേക്ഷിക്കാതെ കർത്താവിൻ്റെ പിന്നാലെ പോക്ക് ബുദ്ധിമുട്ടാണ്. ഈ പ്രതിഫലത്തെ അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നിൻ്റെ പ്രതിഫലം വലുതായിരിക്കുമെന്ന്. ഈ പ്രതിഫലത്തെ മുൻകൂട്ടി കാണാതെ കർത്താവിൻ്റെ പിന്നാലെ പോവുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ്. ഈ പ്രതിഫലത്തെ മുൻകൂട്ടി കാണണം. കർത്താവ് എന്താണ് തരാൻ പോകുന്നത്, ആ ഒരു പ്രത്യാശ നമുക്ക് വയ്ക്കാനായിട്ട് കഴിയണം. എങ്കിലേ കർത്താവിനെ അനുഗമിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ ഏലീഷയുടെ തോളിലിട്ട് കൊടുത്ത മേലങ്കി പിന്നീട് ഏലീഷ സ്വന്തമാക്കുന്നുണ്ട്. പിന്നെ ഏലീഷയുടെ ഒരു കരുത്ത് ആ മേലങ്കിയായിരുന്നു. കർത്താവ് ഏലിയായെ സ്വർഗത്തിലേക്ക് ചുഴലിക്കാറ്റിലൂടെ എടുക്കാൻ സമയമായപ്പോൾ ഏലിയായും ഏലീഷായും ഗിൽഗാലിൽ നിന്ന് നടന്നു വരികയായിരുന്നു, ഒന്നും അറിയാത്തതുപോലെ.
അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു ദിവസം നടന്നു വരുന്നു ഗിൽഗാലിൽ നിന്ന്. കർത്താവ് ഏലിയായെ ചുഴലിക്കാറ്റിലൂടെ എടുക്കാൻ സമയമായി എന്ന് ഏലിയായ്ക്ക് അറിയാമായിരുന്നു. ഏലിയ എലീഷായോട് പറഞ്ഞു, ദയവായി ഇവിടെ നിൽക്കുക, കർത്താവ് എന്നെ ബെഥേൽ വരെ അയച്ചിരിക്കുന്നു. നീ ഇവിടെ നിൽക്ക്, നീ എൻ്റെ കൂടെ പോരണ്ട. കർത്താവ് എന്നെ ബെഥേലിലേക്ക് അയച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ അങ്ങോട്ട് പോവുകയാണ്, നീ ദയവായി ഇവിടെ നിൽക്കുക എന്ന് ഏലിയ പ്രവാചകൻ എലീഷായോട് പറഞ്ഞു. കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുമാറില്ല. അത് എലീഷയുടെ ദൃഢനിശ്ചയമാണ്. കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുപോകുന്ന പരിപാടിയില്ല, ഞാൻ പോവില്ല. ഈ ഏലിയായെ കണ്ട് ആ മാതൃകകളൊക്കെ സ്വീകരിച്ച് ആ ജീവിതത്തിൻ്റെ വ്യക്തിത്വത്തിൽ ആകർഷണം തോന്നി ഈ കാലം പിന്നാലെ നടന്നപ്പോൾ മുഴുവനും. അതുകൊണ്ട് പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുപിരിയുകയില്ല. ഏലിയ ആരും കാണാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് വേണ്ടി തയ്യാറാവുകയായിരുന്നു. താൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് ആരും കാണരുത് എന്ന ഏലിയയ്ക്കൊരാഗ്രഹം. ഏലിയ മരിച്ചല്ല പോയത്, ഏലിയ ജീവനോടെ സ്വർഗത്തിലേക്ക് പോയി. ഈശോ പറയുന്നുണ്ട്, ഏലിയയുടെ രണ്ടാമത്തെ ആഗമനമാണ് സ്നാപക യോഹന്നാനായിട്ട് വന്നത്. വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇവനാണ് വരാനിരിക്കുന്ന ഏലിയ എന്ന് ഈശോ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏലിയായെ പിന്തുടരുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും അങ്ങനെ നടന്നു പോവുകയാണ്. കുറച്ച് കഴിഞ്ഞ് ഏലിയ പറഞ്ഞു, ദയവായി നീ ഇവിടെ നിൽക്ക്, കർത്താവ് എന്നെ ജെറീക്കോയിലേക്ക് അയച്ചിരിക്കുന്നു. കർത്താവ് എന്നെ ജെറീക്കോയിലോട്ട് വിളിക്കുന്നുണ്ട്, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വരാം. പഴയ വാക്ക് തന്നെ എലീഷ ആവർത്തിച്ചു. കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുമാറില്ല. ഉറപ്പുള്ള കാര്യമാണ്, ഞാൻ അങ്ങയെ വിട്ടുമാറില്ല. ജീവിതത്തിൽ അവർ വീണ്ടും അങ്ങനെ യാത്ര തുടരുകയാണ്. കുറച്ചങ്ങ് ചെന്നപ്പോഴാണ് ഏലിയ പ്രവാചകൻ്റെ ശിഷ്യന്മാർ ഒരുപാട് പേര് നിൽക്കുന്നുണ്ടായിരുന്നു ജെറീക്കോയിൽ. അവർ എലീഷായോട് ചോദിക്കുന്നുണ്ട്, കർത്താവ് ഇന്ന് നിൻ്റെ യജമാനനെ നിന്നിൽ നിന്ന് എടുക്കുമെന്ന് നിനക്ക് അറിയാമോ? അവരോട് പറയുന്ന നിങ്ങൾ മിണ്ടാണ്ടിരിക്കുക. എലീഷ ആ സമയത്ത് സംസാരിക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് അവസാനത്തെ മണിക്കൂറാണ് ഏലിയായോടൊപ്പമുള്ളത് എന്ന് എലീഷയ്ക്ക് വളരെ നന്നായിട്ട് മനസ്സിലായി. ഈ അവസാന മണിക്കൂറിൽ എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കും എന്നൊരു പ്രതീക്ഷ എലീഷ പ്രവാചകനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുപിരിയുകയില്ല. അത് എലീഷയുടെ ഉറച്ച തീരുമാനമാണ്. അപ്പോൾ പ്രവാചകനത്തോട് പറഞ്ഞ് നിങ്ങൾ മിണ്ടാണ്ടിരിക്കേ. മറ്റൊന്നും സംസാരിക്കാൻ ആ നിമിഷം എലീഷ ആഗ്രഹിക്കുന്നു പോലുമില്ല. മറ്റൊരാളുടെ സംസാരം കേൾക്കാൻ പോലും എലീഷയ്ക്ക് താല്പര്യമില്ല. അപ്പോൾ വീണ്ടും കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ഏലിയ പറഞ്ഞു, ദയവായി നീ ഇവിടെ നിൽക്ക്, കർത്താവ് എന്നെ ജോർദാനിലേക്ക് അയച്ചിരിക്കുന്നു. പഴയ വാക്ക് തന്നെ എലീഷ ആവർത്തിക്കുന്നു, കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുപിരിയുന്നില്ല. ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ചവൻ്റെ ദൃഢനിശ്ചയമാണിത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വീണ്ടും ജോർദാൻ കരയിലെത്തി. അപ്പോൾ ഏലിയ തൻ്റെ മേലങ്കി ചുരുട്ടി ആ നദിയിലടിച്ചു. ഒരുപാട് വെള്ളമുള്ള നദിയാണെന്ന്. അപ്പോൾ ഉണങ്ങിയ നിലത്തുകൂടെ ഏലിയ തൻ്റെ മേലങ്കി വെള്ളത്തിൻ്റെ മേലടിച്ചപ്പോൾ മോശ വടി കാട്ടിയപ്പോൾ ചെങ്കടൽ വിഭജിക്കപ്പെട്ടതുപോലെ ജോർദാൻ രണ്ടായിട്ട് പിളർന്നു. രണ്ടുപേരും ഉണങ്ങിയ നിലത്തുകൂടെ ജോർദാൻ്റെ അക്കരെ കിടന്നു. ഒരു ക്രിസ്തുശിഷ്യൻ്റെ ജീവിതം എത്ര മനോഹരമാണ്. അവന് പാലവും വേണ്ട, തോണിയും വേണ്ട. തൻ്റെ മേലങ്കി ഒരടി അടിച്ചപ്പോൾ പുഴ രണ്ടായിട്ട് കീറി ഉണങ്ങിയ നിലത്തുകൂടെ അക്കരയ്ക്ക് പോയി. ശിഷ്യത്വത്തിൻ്റെ പാതയിൽ കർത്താവ് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. ഈ ഭൂമിയിലെ എല്ലാ ചിന്തകളെയും അതിജീവിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ. ഒന്നും സംഭവിക്കാത്ത മറ്റിൽ അവർ രണ്ടും അക്കരയ്ക്ക് പോയി. ഒരു അസാധാരണമായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഏലിയായ്ക്കും എലീഷയ്ക്കും മനസ്സിലായി.
ഇത് ക്രിസ്തുശിഷ്യന് ദൈവം കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ്. അങ്ങനെ രണ്ടുപേരും ഉണങ്ങിയ നിലത്തുകൂടെ അക്കരയ്ക്ക് കടന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും എലീഷ ഏലിയായെ വിട്ടുപിരിയുന്നില്ല. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 9-ാമത്തെ തിരുവചനം. ഞാൻ നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്താണ് നിനക്ക് ചെയ്തു തരേണ്ടത്? ഞാൻ നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് എന്താണ് നിനക്ക് ചെയ്തു തരേണ്ടത്? വിട്ടുമാറുന്നില്ല എന്ന് ഏലിയായ്ക്ക് മനസ്സിലായപ്പോൾ അവസാനം എന്തെങ്കിലും കൊടുത്ത് ഇവനെ ഒഴിവാക്കാം എന്ന് തന്നെ ഏലിയ തീരുമാനിക്കുകയാണ്. എലീഷ ചോദിച്ചത് മറ്റൊന്നുമല്ല. എലീഷ പറഞ്ഞു, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ. അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ. കാരണം ജീവിതത്തിലുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് തന്നെയാണ് ഈ പണിക്ക് പോന്നിരിക്കുന്നത്. കലപ്പയും കത്തിച്ചു കളഞ്ഞു, കാളയെ കൊന്ന് ജനത്തിനത് വേയിച്ചും കൊടുത്തു, അവരത് തിന്നു, കലപ്പ കത്തിച്ച് ആരോ ആയിപ്പോയി. ഇനി ഒന്നും ബാക്കിയില്ല, തിരിച്ചു പോകാനില്ല. ഇനി വേണ്ടത് അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്, മറ്റൊന്നും ഇനി എനിക്ക് വേണ്ട. ദുഷ്കരമായ കാര്യമാണ് നീ ചോദിച്ചത് എന്ന് ഏലിയ മറുപടി പറയുന്നുണ്ട്. എങ്കിലും ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്കത് ലഭിക്കും. ഞാൻ മുകളിലേക്ക് എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്കത് ലഭിക്കും. എലീഷ കാളയെ കൊന്ന് കലപ്പ കത്തിച്ച ആ ഉറച്ച തീരുമാനത്തോടെ ഏലിയായെ അനുഗമിക്കുകയാണ്. ആ വാക്കുകൾ നമ്മൾ ഓർക്കുക. കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ അങ്ങയെ വിട്ടുമാറില്ല 3 തവണ പറഞ്ഞു. എലീഷ എങ്ങനെയെങ്കിലും മാറ്റാൻ ഏലിയ പലതവണ ആഗ്രഹിച്ചു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. ഏലിയ ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ഉയർന്നു. എലീഷ അത് കണ്ട് നിലവിളിച്ചു, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ. 2-ാം അധ്യായം 13-ാം തിരുവചനം. അവൻ ഏലിയായിൽ നിന്ന് വീണ് കിട്ടിയ മേലങ്കിയുമായി ജോർദാൻ കരയിൽ ചെന്നു. പഴയതുപോലെ ആ മേലങ്കി എലീഷായും വെള്ളത്തിലൊന്നടിച്ചു. വെള്ളം വഴി മാറി അവൻ ജോർദാനിൽ കടന്നുപോയി. ഏലിയായുടെ ചൈതന്യത്തോടുകൂടി തന്നെ എലീഷ മുന്നോട്ട് പോവുകയാണ്. 2-ാം അധ്യായം 15-ാം തിരുവചനം. ജെറിക്കോയിലെ പ്രവാചകണം എലീഷായെ കണ്ടപ്പോൾ ഏലിയായുടെ ആത്മാവ് എലീഷായിൽ കുടികൊള്ളുന്നു എന്ന് പറഞ്ഞു. എലീഷ ചോദിച്ചത് അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്കാണ്. ആ ഇരട്ടി പങ്ക് ശിഷ്യന്മാർക്ക് കണ്ടപ്പോൾ മനസ്സിലായി. ജെറിക്കോയിലെ ശിഷ്യഗണം എലീഷായെ കണ്ടപ്പോൾ പറഞ്ഞു, ഏലിയായുടെ ആത്മാവ് എലീഷായിൽ കുടികൊള്ളുന്നു എന്ന്. എലീഷയുടെ പിന്നെ മുന്നോട്ടുള്ള ജീവിതം നമ്മൾ വായിക്കുമ്പോൾ ആ ജീവിതം ഇരട്ടി പങ്കോടുകൂടെ, ഇരട്ടി ശക്തിയോടെ, ഇരട്ടി കരുത്തോടെ ദൈവത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്ത് അദ്ദേഹം ജീവിച്ചു. സ്നേഹമുള്ളവരെ, ഈ ഒരു ചൈതന്യവും കരുത്തും നമ്മുടെ ജീവിതത്തിലും നമുക്ക് ലഭിക്കാനായിട്ട് ദൃഢനിശ്ചയത്തോടെ അങ്ങയെയും കർത്താവിനെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുപിരിയില്ല. ജീവിതത്തിൽ കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് ഒരിക്കലും ഈ ഒരു വിട്ടുപിരിയൽ ഉണ്ടാവരുത്. ഈ ഒരു കരുത്ത് നമുക്കെല്ലാവർക്കും ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് തമ്പുരാൻ്റെ വിളി സ്വീകരിച്ച് സമർപ്പിത ജീവിതത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന എല്ലാവരും ഏലിയായുടെ ഈ കരുത്തോടെ ജീവിക്കാനുള്ള അനുഗ്രഹം തരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഏലിയായുടെയും എലീഷയുടെയും ജീവിതത്തിലെ ദൈവവിളിയുടെ കരുത്തും അങ്ങേക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതിന് അവർ കാണിച്ച താല്പര്യങ്ങളും ദൃഢനിശ്ചയങ്ങളും എല്ലാം ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ കരുത്തും കൃപയും നൽകി ഞങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, തിരുക്കുമാരൻ്റെ ശുശ്രൂഷകരാൻ വിളിക്കപ്പെട്ട എല്ലാവരെയും സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നൽകി അമ്മ അനുഗ്രഹിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.